ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദീർഘനാളായ തൻ്റെ പ്രാർത്ഥനകളിൽ ആഗ്രഹങ്ങളുടെ വലിയൊരു പട്ടിക സമർപ്പിച്ചുകൊണ്ട് ഒരു ഭക്തൻ ഈശ്വരനെ സമീപിച്ചുകൊണ്ടിരുന്നു. തുടർച്ചയായി ആഗ്രഹങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരുന്ന ഈശ്വരൻ ഭക്തനോട് ഇങ്ങനെ അരുളി ചെയ്തു: നിന്റെ എണ്ണമറ്റ അപേക്ഷകൾ ഓരോ ദിവസവും കേട്ട് ഞാൻ മടുത്തു. അതിനാൽ നീ 3 അമൂല്യമായ കാര്യങ്ങൾ മാത്രം എന്നോട് ചോദിക്കുക, ഞാനവ നിനക്ക് സാധിച്ചു തരാം. എന്നാൽ ഈ വരദാനം ഒരിക്കൽ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് യാതൊന്നും ആവശ്യപ്പെടരുത്. നീ ഇതിന് തയ്യാറുണ്ടോ? വലിയ സന്തോഷത്തോടെ ഈശ്വരന്റെ വരദാനം അയാൾ സ്വീകരിച്ചു. ശരി, എങ്കിൽ നിന്റെ ആദ്യത്തെ ആവശ്യം കേൾക്കട്ടെ, ഈശ്വരൻ അരുളി ചെയ്തു. ഭക്തൻ കുറച്ചു സമയം ആലോചിച്ച ശേഷം ഉടൻ തന്നെ ആവശ്യപ്പെട്ടു: ഈശ്വര, അനുസരണയില്ലാത്ത, സ്നേഹമില്ലാത്ത എൻ്റെ ഭാര്യയെ അങ്ങ് തിരികെ വിളിച്ചാലും അവൾ മരിച്ചാൽ സുന്ദരിയും സുശീലിയുമായ മറ്റൊരു സ്ത്രീ വിവാഹം ചെയ്ത് എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാമല്ലോ. ഈ അപേക്ഷ ഉടനടി ഈശ്വരൻ സ്വീകരിച്ചു. ഭക്തന്റെ പത്നി അന്തരിച്ചു. ഈ വിവരം അറിഞ്ഞതോടെ ബന്ധുക്കളുടെയും സ്നേഹിതരുടെയും വലിയൊരു കൂട്ടം ആ വീട്ടിലേക്ക് ഒഴുകിയെത്തി. അവർ ഓരോരുത്തരായി മരിച്ചുപോയവളുടെ നല്ല ഗുണങ്ങൾ വാഴ്ത്തിപ്പാടാൻ തുടങ്ങി. അവളുടെ സ്നേഹം, ശാന്തത, ദരിദ്രരോടുള്ള കരുണ, കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷി തുടങ്ങിയ നന്മകൾ അവർ വർണ്ണിക്കുവാൻ തുടങ്ങിയപ്പോൾ ഭക്തന്റെ മനസ്സ് മാറിമറിഞ്ഞു. അയ്യോ, ഇത്രയും നല്ലവളായ ഭാര്യയാണോ ഞാൻ വേണ്ടെന്ന് വെച്ചത് എന്നയാൾ ചിന്തിച്ചു. ഭക്തൻ വേഗത്തിൽ തന്റെ 2ാമത്തെ വരം ഇങ്ങനെ ആവശ്യപ്പെട്ടു: ഈശ്വര, അവളെ വീണ്ടും ജീവനോടെ നൽകണം. ഉടൻ തന്നെ ആ ആഗ്രഹം സാധിച്ചു കിട്ടി. ഇനി ഭക്തൻ ഒരു വരം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത് പാഴാക്കരുതെന്ന് അയാൾ നിശ്ചയിച്ചു. മരണമില്ലാത്ത ജീവിതം ചോദിച്ചാലോ? എന്നാൽ ആരോഗ്യമില്ലാതെ ജരാനര ബാധിച്ച് നിത്യകാലം ഇരിക്കുന്നത് പോലെ ഒരു കഷ്ടപ്പാടുണ്ടോ? ധനം ആവശ്യപ്പെട്ടാലോ? പക്ഷെ മനസ്സുഖമില്ലെങ്കിൽ പണം കൊണ്ട് എന്ത് പ്രയോജനം? അധികാരം, പദവി തുടങ്ങിയ കാര്യങ്ങളും ഭക്തൻ ആലോചിച്ചെങ്കിലും ഓരോന്നിനും അതിൻ്റെതായ കുറവുകളുണ്ടെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഒടുവിൽ വളരെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഭക്തൻ തൻ്റെ 3ാമത്തെയും അവസാനത്തേതുമായ അപേക്ഷ ഈശ്വരന് മുമ്പിൽ സമർപ്പിച്ചു. എനിക്ക് എന്തൊക്കെ ലഭിച്ചാലും അതിൽ തൃപ്തിപ്പെടുവാൻ കഴിയുന്ന ഒരു മനസ്സ് നൽകിയാൽ മതി. ദൈവം ആ വരം നൽകി. ഭക്തൻ തൃപ്തനായി വളരെ കാലം സന്തോഷത്തോടെ ജീവിച്ചു. ഭൗതികമായ നേട്ടങ്ങളിലോ പുറമേയുള്ള സൗകര്യങ്ങളിലോ അല്ല യഥാർത്ഥ സന്തോഷം കുടികൊള്ളുന്നത്. നമുക്ക് ലഭിച്ചതിൽ സംതൃപ്തനാകാൻ കഴിയുന്ന ഒരു മനസ്സാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനം. ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന പൗലോസ്ലീഹ ഫിലിപ്പിയരോട് പറയുന്നത് പോലെ, ഏത് സാഹചര്യത്തിലും കിട്ടുന്നതിൽ സംതൃപ്തി കണ്ടെത്താൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും സന്തോഷപൂരിതമാകും. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷം